ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ഇന്ന് അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ ഇന്ന് പേട്ടതുള്ളും വാദ്യമേളങ്ങളോടെയും അലങ്കാരങ്ങളോടെയും അകമ്പടിയോടെയാണ് ഭക്തിസാന്ദ്രമായ ചടങ്ങുകൾ നടക്കുക. കൂടാതെ അയ്യപ്പസ്വാമിക്ക് മകര സംക്രമ നാളിൽ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര പന്തളത്തു നിന്നും നാളെ പുറപ്പെടും. ഉച്ചയ്ക്ക് 1 മണിക്കാണ് പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര പുറപ്പെടുക. തിരുവാഭരണ ദർശനത്തിനായി പന്തളത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. അമ്പലപ്പുഴ ആലങ്ങാട് പേട്ടതുള്ളൽ സംഘത്തിനോടൊപ്പം നമ്മുടെ പ്രതിനിധി എം മനോജ് കൂടി ചേരുന്നുണ്ട്. മനോജ്, ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ഇന്നാണ്. എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ആഘോഷങ്ങളോടുകൂടി തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ. രോഹിണി, രാവിലെ തന്നെ അതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ ഇവിടെ തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പേട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിന് മുന്നിലാണ്. ഇവിടെ തന്നെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്, ഗതാഗത നിയന്ത്രണവുമുണ്ട്. എന്തായാലും 11 മണിക്ക് ശേഷമാകും അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളൽ നടത്തുക. ആദ്യം പേട്ടതുള്ളുന്നത് അയ്യപ്പൻ്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘം തന്നെയാണ്. 11 മണിക്ക് ശേഷം പേട്ടപ്പണം വയ്ക്കൽ ചടങ്ങോടെ ഈ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള എരുമേലി പേട്ടതുള്ള ചടങ്ങുകൾക്ക് തുടക്കമാകും. അതിനുശേഷം ഇങ്ങോട്ടേക്ക് എത്തുന്ന ഈ ഒരു സംഘം, അതായത് ഈ സംഘത്തിൽ മാളികപ്പുറങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ നിരവധി ഭക്തരുണ്ട്. അത്തരത്തിൽ ഓരോ വർഷവും അമ്പലപ്പുഴ സംഘം ഇവിടേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ 11 മണിക്ക് തുടങ്ങി പിന്നീട് കൃഷ്ണപരുത്തിൻ്റെ സാന്നിധ്യം അത് പ്രധാനമാണ്. ശ്രീകൃഷ്ണപരുത്തിൻ്റെ സാന്നിധ്യത്തോടുകൂടി ഇവിടെ പേട്ടതുള്ളൽ ആരംഭിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ഈ ഒരു ആലങ്ങാട് സംഘം ഇവിടെ പേട്ടതുള്ളാൻ എത്തുക. അതും ഇത്തരത്തിൽ തന്നെയാണ്. ആചാരപ്പെരുമയും അതോടൊപ്പം തന്നെ ഐതിഹ്യവും ഒക്കെ വിളിച്ചോതുന്ന ഈ ഒരു പേട്ടതുള്ളൽ അത് കാണുവാനൊക്കെ തന്നെ ഇവിടെ ഭക്തജനങ്ങൾ അങ്ങനെ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പേട്ട തുള്ളുവാനായി ഇവിടെ കന്നിസ്വാമികൾ, ഇപ്പോൾ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന സ്വാമിമാരാണ്. അവരൊക്കെ ഇവിടെ കന്നിസ്വാമിമാർ ഉൾപ്പെടെ ഇവിടെ പേട്ട തുള്ളിയ ശേഷം ശബരിമലയിലേക്ക് പോകുന്ന ആ ഒരു ദൃശ്യങ്ങളാണ്. എന്തായാലും ഇത്തരത്തിൽ ചരിത്ര പ്രസിദ്ധമുള്ള പേട്ടതുള്ളൽ ഇന്ന് നടക്കുമ്പോൾ വലിയൊരു ഗതാഗത നിയന്ത്രണവും അതോടൊപ്പം തന്നെ തിരക്കും നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെയാണ് 2 സംഘങ്ങളും ഇവിടെ എരുമേലിയിലേക്ക് എത്തിയത്. അമ്പലപ്പുഴ സംഘവും ആലങ്ങാട് സംഘവും കഴിഞ്ഞ ദിവസത്തോടെ എത്തിയിരുന്നു. അതായത് അവരുടെ ക്ഷേത്രത്തിൽ നിന്നും അമ്പലപ്പുഴയിൽ നിന്നും ഉണ്ണിക്കണ്ണന്റെ മുന്നിൽ നിന്നുള്ള പൂജകളൊക്കെ കഴിഞ്ഞ ശേഷം ആ ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ച് അവിടെ നിന്നും പുറപ്പെട്ട് ഓരോ ക്ഷേത്രത്തിലായി വന്ന ശേഷമാണ് ആ സംഘം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതുപോലെ തന്നെയാണ് ആലങ്ങാട് സംഘവും. അത്തരത്തിൽ മാതൃസ്ഥാനീയവും പിതൃസ്ഥാനീയവും വഹിക്കുന്ന 2 സംഘടനകൾ, 2 സംഘങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്പലപ്പുഴ സംഘം ആദ്യം പേട്ടപ്പണം വച്ച ശേഷം തിടമ്പ് ആനപ്പുറത്തേറ്റിയാകും വരിക. അതൊക്കെ തന്നെ നമുക്ക് വരും മണിക്കൂറുകളിലാകും ഈ 2 സംഘത്തിൻ്റെയും പേട്ടതുള്ളൽ കാണാൻ സാധിക്കുക. എന്തായാലും അതിനുശേഷം അവർ പമ്പയിലേക്ക് പോകുന്നതായിരിക്കും. ഇന്ന് ഇവിടെ നിന്ന ശേഷം നാളെയാണ് പമ്പയിലേക്ക് പോകുക. അതിനുശേഷമാണ് മകരവിളക്ക് ദിവസം, അതായത് മകരസംക്രമ പൂജ ആ ഒരു ദിനത്തിലൊക്കെ അവരങ്ങോട്ടേക്ക് ശബരിമലയിലേക്ക് അയ്യൻ്റെ സന്നിധിയിലേക്ക് മകരവിളക്കിന് ആയി പോകും. അവിടെ പോയ ശേഷം മറ്റ് പൂജകൾ, അതായത് നെയ്യഭിഷേകം ഉൾപ്പെടെ നടത്തിയാകും. അതിനുശേഷം എല്ലാ പൂജകളും കഴിഞ്ഞ ശേഷമാകും അവർ അവിടെ നിന്ന് മടങ്ങുക. എന്തായാലും പലതരത്തിലുള്ള വിശ്വാസങ്ങളോടുകൂടി ഓരോരുത്തരും അയ്യപ്പനെ കാണുവാൻ വേണ്ടി പല സംഘടനകളും മാറാൻ, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മഹിഷി മർദ്ദകനായി വിജയശ്രീലാളിതനായി വന്ന അയ്യപ്പൻ്റെ ആ ഒരു വിശ്വാസമൊക്കെ തന്നെയാണ്, ആ ഒരു ഊർജമൊക്കെ തന്നെയാണ് ഈ പേട്ടതുള്ളൽ നമുക്ക് ഓരോരുത്തരിലും കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പേട്ടതുള്ളലിനെ സംബന്ധിച്ചിടത്തോളം ഐതിഹ്യം ഉണ്ട്. അതൊക്കെ തന്നെ നമ്മളോട് ഇത്തരത്തിൽ ആത്മീയ രംഗത്തുള്ളവരും അതോടൊപ്പം തന്നെ ഈ ആചാരപ്പെരുമയിൽ ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഓരോ കുട്ടികൾ ഉൾപ്പെടെ കന്നി അയ്യപ്പന്മാരുൾപ്പെടെ ഇവിടെ വന്ന് ആ ഒരു ചായം തേച്ചുകൊണ്ട് പച്ചിലേന്തിക്കൊണ്ട് ആ ശരക്കോലേന്തിക്കൊണ്ട് ഇവിടെ പേട്ടതുള്ളുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതിനേക്കാളേറെ തിരക്ക് ഇവിടെ അനുഭവപ്പെടും. എന്തായാലും ഈ ഇത്തരത്തിലുള്ള ഒരു ചരിത്ര പ്രസിദ്ധമായ ഈ പേട്ടതുള്ളൽ നടക്കുന്ന ദിവസം ഈ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ശ്രീകൃഷ്ണ പരുന്തിനെയാണ് ദർശിക്കുക. അതോടുകൂടി തന്നെയാണ് ഈ തിടമ്പ് പൂജിച്ച് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് പേട്ടതുള്ളൽ തുടങ്ങുക.
എന്തായാലും ഇനി വരും മണിക്കൂറുകളിൽ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക്, ആ ഒരു ചടങ്ങിലേക്ക് കൂടെ കടക്കാൻ സാധിക്കും. ശരി മനോജ്. ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ഇന്ന് അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങൾ ഇന്ന് പേട്ടതുള്ളും. അതിനുള്ള മുന്നോടിയായിട്ടുള്ള ചടങ്ങുകൾ ഒക്കെ നടക്കുകയാണ്. തയ്യാറെടുപ്പുകളും തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്.